എന്തൊക്കെ വിവരക്കേടാണ് ഈ ശൈത്താൻ വിളിച്ചു പറയുന്നത്. മുന്നിലിരിക്കുന്ന ആളുകളെ പറ്റിക്കാൻ വേണ്ടി, അവരെ പൊട്ടീസാക്കാൻ വേണ്ടി എന്തൊക്കെയോ വിളിച്ചു പറയില്ലേ, കളവുകൾ നിർമ്മിച്ച് കെട്ടിയുണ്ടാക്കി അനാവശ്യം പറയല്ലേ ഈ ശൈത്താൻ ചെയ്യുന്നത്. വിഷയം ഇതാണോ? വിഷയത്തെ കോട്ടിമാട്ടല്ലേ? ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന വൃത്തികെട്ട സ്വഭാവമല്ലേ ഈ ഹൈവാൻ കാണിക്കുന്നത്? ഇവിടെ കള്ളത്തരീക്കത്തിൽപ്പെട്ടാൽ, പ്രത്യേകിച്ച് കുരുവട്ടൂരി ആയാൽ ഉള്ള ബുദ്ധിയും നഷ്ടപ്പെട്ടു വേണം. ഇവന് വിഷയം തിരിഞ്ഞിട്ടുണ്ടോ? എന്താ നമ്മൾ പറഞ്ഞത്? മഹാനായ സി എം വലിയുള്ളാൻ്റെ കറാമത്ത് പറയേണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? മഹാനായ സി എം വലിയുള്ളാൻ്റെ കറാമത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞത് നമ്മളല്ലേ? പേരോട് ഉസ്താദും പൊന്മള ഉസ്താദിനെ പോലെയുള്ള നമ്മളെ പണ്ഡിതന്മാരൊക്കെ സ്വന്തം അനുഭവം പറഞ്ഞിട്ടില്ലേ? അവർക്കുണ്ടായ അനുഭവം വരെ കറാമത്തായി പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ സി എം വലിയുള്ളാൻ്റെ കറാമത്ത് പറഞ്ഞതും, അതിന് വേദിയൊരുക്കിയതും, അതിന് സ്റ്റേജ് കിട്ടിയതും, വയത് പറഞ്ഞതും, പ്രസംഗിച്ചതൊക്കെ നമ്മളെ പണ്ഡിതന്മാരല്ലേ? എഴുതിയതും നമ്മളെ പണ്ഡിതന്മാരല്ലേ? സി എം വലിയുള്ളാൻ്റെ കറാമത്ത് പറയേണ്ടാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ പറയേണ്ടാന്ന് പറഞ്ഞത് എന്താണ്? എവിടുന്നെങ്കിലും കേട്ടുകേൾവിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതൊക്കെ വിളിച്ചു പറയണ്ട എന്നല്ലേ പറഞ്ഞത്? ഇത് നല്ലൊരു നസീഹത്തല്ലേ? നല്ലൊരു ഉപദേശമല്ലേ? ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു ഉപദേശമല്ലേ? അങ്ങനെ അല്ലേ ചെയ്യേണ്ടത്? എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും എവിടെന്നെങ്കിലും വിളിച്ചു പറയുന്നത് കേട്ടുകേൾവിൻ്റെ അടിസ്ഥാനത്തിൽ പറയേണ്ടതുണ്ടോ മഹാന്മാരെക്കുറിച്ച്? അത് അവരോട് കാണിക്കുന്ന അതപകേടുമല്ലേ? ഇത് ഇവന് തിരിയോ? ഈ ഹൈവാന് തിരിയോ? ഈ ഷെയ്ത്താന് തിരിയോ? ഇവന് സി എം വലിയുള്ളാനെ മനസ്സിലായിട്ടുണ്ടോ? സി എം വലിയുള്ളാനെ കുറിച്ച് അറിയോ? ഇവൻ ഇപ്പോൾ വന്ന ആളല്ലേ? സി എം വലിയുള്ളാനെ ഇവൻ കണ്ടിട്ടുണ്ടോ? വെല്ലുവിളിയായിട്ട് ചോദിക്കട്ടെ, ഇവൻ സി എം വലിയുള്ളാനെ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സി എം വലിയുള്ളാഹിൽ നിന്ന് എന്തെങ്കിലും ഒരു കറാമത്ത്, സ്വന്തം അനുഭവം ഇവന് പറയാനുണ്ടോ? ഇവൻ എന്തറിയാം സി എം വലിയുള്ളാനെ കുറിച്ച്? എന്നാൽ നമ്മളെ പണ്ഡിതന്മാരോ സി എം വലിയുള്ളാഹിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ, നേരിട്ട അനുഭവങ്ങൾ, കറാമത്തുകളായിട്ട് അറിയുന്നവരില്ലേ നമ്മളൊക്കെ? നമ്മളെ പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുമില്ലേ? എത്ര അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സി എം വലിയുള്ളാഹിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങളുള്ള, സനദ് സഹീഹായ, റിപ്പോർട്ട് സഹീഹായ അനുഭവങ്ങളിൽ നിന്ന് തന്നെ നിരവധി കറാമത്തുകൾ ഇവിടെ പറയാനുണ്ട്. അത് തന്നെ ധാരാളമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലും എവിടെന്നെങ്കിലും പറയുന്നതൊക്കെ കേട്ടുകേൾവിൻ്റെ അടിസ്ഥാനത്തിൽ പറയേണ്ടതില്ല, അല്ലാത്തത് തന്നെ ഇഷ്ടംപോലെ പറയാനുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതല്ലേ വിഷയം? ഇതിവന് തിരിഞ്ഞിട്ടുമില്ല, വിഷയം തിരിയൂല. കാരണം ഈ കുരുവട്ടൂരിയിൽ പെട്ടാൽ, പ്രത്യേകിച്ച് ഈ കള്ളത്തരീക്കത്തിലൊക്കെ പെട്ടുപോയാൽ ബുദ്ധി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് എന്തൊക്കെ വിവരക്കേട് ഇങ്ങനെ വിളിച്ചു പറയുന്നു, വലിയ തലയെക്കെട്ട് കെട്ടിയിട്ട്. പിന്നെ പുസ്തകം നിരോധിച്ചത്, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറ്റുക. എന്തുകൊണ്ടാണ് ആ പുസ്തകം നിരോധിച്ചതെന്ന് ഇവനറിയില്ലേ? ഷെയ്ത്താനെ നിനക്കറിയില്ലേ എന്തുകൊണ്ടാണ് ആ പുസ്തകം നിരോധിച്ചത്? ഇപ്പോൾ നിൻ്റെ കൂട്ടത്തിൽ പെട്ടുപോയ ഒരാളുടെ ഉദ്ധരണി, അല്ലെങ്കിൽ അയാളിൽ നിന്ന് ഉദ്ധരിച്ച ഒരു വിഷയങ്ങൾ ആ പുസ്തകത്തിൽ ഉണ്ട് എന്നതുകൊണ്ടൊക്കെ അല്ലേ അത് നിരോധിച്ചത്? കാരണം ഉദ്ധരിക്കാൻ പറ്റൂല, സനദ് സഹിയാവൂല, റിപ്പോർട്ട് സഹിയാവൂല. അത്തരം സംഭവങ്ങൾ, സി എം വലിയുള്ളാഹിന്റെ സംഭവങ്ങൾ ഉദ്ധരിച്ചപ്പോൾ ആ കൂട്ടത്തിൽ നിന്റെ കുരുവട്ടൂരിയിൽ പെട്ടുപോയ ഒരാളുടെ അയാളിൽ നിന്ന് ഉദ്ധരിച്ച സംഭവങ്ങൾ അതിലൊക്കെ വന്നു പോയത് കൊണ്ടല്ലേ അത് നിരോധിച്ചത്? കാരണം ഭാവിയിൽ പിന്നീടൊക്കെ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നിന്റെ കൂട്ടത്തിൽ പെട്ടുപോയ ഒരാൾ ഉദ്ധരിച്ച ഉദ്ധരണിയൊക്കെ പറയുമ്പോൾ നിനക്ക് ഒരു സ്വീകാര്യത അതിൽ വന്നു പോകും എന്നതുകൊണ്ട് സൂക്ഷ്മതയുടെ പേരിലല്ലേ അതൊക്കെ നിരോധിച്ചത്, അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറഞ്ഞത്? കൃത്യമായിട്ട് തന്നെ അത്തരം കറാമത്തുകളൊക്കെ പറയുമ്പോൾ സഹിയായ റിപ്പോർട്ടിലൂടെ നല്ല ആളുകളിൽ നിന്നൊക്കെ കൃത്യമായി കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആവണം എന്ന നിർബന്ധമുള്ളത് കൊണ്ടല്ലേ അതിപ്പോൾ നിരോധിച്ചത്? നേരത്തെ അദ്ദേഹം സുന്നത്ത് ജമാഅത്തിൻ്റെ ആളായിട്ട് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളായതുകൊണ്ട് അന്ന് അയാളിൽ നിന്ന് ഉദ്ധരിച്ച സംഭവങ്ങൾ ഉണ്ട്. എന്നാൽ പിന്നീട് ഇപ്പോൾ അദ്ദേഹം നിന്റെ കൂട്ടത്തിൽ പെട്ടുപോയി, കളവ് മാത്രം പറയുന്ന, അനാവശ്യം പറയുന്ന, എന്തെങ്കിലുമൊക്കെ നിർമ്മിച്ച് പറയുന്ന, ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന വൃത്തികെട്ട സ്വഭാവമുള്ള നിന്റെ ആളുകൾ, നിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ അദ്ദേഹം പെട്ടുപോയതുകൊണ്ട്, അയാളിൽ നിന്ന് ഉദ്ധരിച്ച സംഭവങ്ങളൊക്കെ ആ പുസ്തകത്തിൽ വന്നു പോയതുകൊണ്ട് അത് നിരോധിച്ചു. അതൊക്കെ നിനക്കും അറിയാം. അതല്ലേ വിഷയം? അതുകൊണ്ട് സി എം വലിയുള്ളാഹിന്റെ കറാമത്ത് പറയാതിരിക്കാൻ വേണ്ടി പുസ്തകം നിരോധിച്ചതാണോ? സി എം വലിയുള്ളാഹിന്റെ കറാമത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞതും എഴുതിയതും പ്രസംഗിച്ചതൊക്കെ ഞങ്ങളെ പണ്ഡിതന്മാരല്ലേ? നീയാണോ? നിനക്ക് എന്തറിയാം സി എം വലിയുള്ളാഹിനെ കുറിച്ച്? നിനക്ക് എന്തറിയാം സി എം വലിയുള്ളാഹിനെ കുറിച്ച്? ഹാമിക്കെ, നിനക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടോ? നീ സി എം വലിയുള്ളാഹിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും അനുഭവം കറാമത്തായിട്ട് പറയാൻ നിനക്ക് സാധിക്കുമോ ഷൈത്താനെ? എന്നിട്ട് ഒരുപാട് അനുഭവങ്ങളുള്ള, സി എം വലിയുള്ളാഹിനെ നേരിട്ട് കണ്ട, അവിടെ നിന്ന് ഒരുപാട് തരീക്കത്തുകൾ വാങ്ങിയ, അല്ലെങ്കിൽ അനുഭവങ്ങളുള്ള, കറാമത്തുകളായിട്ട് തന്നെ അനുഭവമുള്ള പണ്ഡിതന്മാരെ തോന്നിവാസം പറയാണോ? എന്താണ് ഇതൊക്കെ ഈ കാട്ടിക്കൂട്ടുന്നത്? എന്ത് തോന്നിവാസമാണ് നീ കാട്ടിക്കൂട്ടുന്നത്? അതുകൊണ്ട് ഇതൊക്കെ സുന്നികൾ വിശ്വസിക്കുന്ന മനസ്സിലാക്കിയത്. മുന്നിലിരിക്കുന്ന കുറച്ച് ആളുകളെ പറ്റിക്കാൻ വേണ്ടി, പൊട്ടീസാക്കാൻ വേണ്ടി കളവുകൾ നിർമ്മിച്ചുണ്ടാക്കിയല്ലേ ഹംക്കെ നീ ചെയ്യുന്നത്?